മീനില്ലാതെ എങ്ങനെ മീൻ കറി ഉണ്ടാക്കാം? എൻ്റെ കുട്ടിയുടെ ഒരു പരീക്ഷണമാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ആദ്യപടി എന്നോണം മൂപ്പത്തി ഒരു വട ഉണ്ടാക്കി വിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സഹകരണവും അഭിപ്രായങ്ങളും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ എന്ന് പറയുന്നത് മൂപ്പത്തിക്ക് ഒരു ബൂസ്റ്റാണ്. അതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മൂപ്പത്തിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. പറ്റാവുന്നവരൊക്കെ എന്ന് പറയുന്നത് സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ചിലപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ സഹകരിച്ച് കഴിഞ്ഞാൽ നാളെ മട്ടൻ ഇല്ലാതെ തന്നെ ഒരു മട്ടൻ ബിരിയാണി നാളെ ഉണ്ടായിക്കൂടായികയില്ല. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ പരിപ്പ് വടയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഇത് പരിപ്പ് വടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ പരിപ്പ് വടയും നമ്മൾ പരിപ്പ് കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് തോരൻ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കാം. നമ്മൾ വീട്ടിലെല്ലാവരുടെയും അവൈലബിളാണ്. സാമ്പാർ പരിപ്പൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് ആ വീഡിയോ കാണാം. ഇത് നമ്മുടെ തോരൻ പരിപ്പാണ്, സാമ്പാർ പരിപ്പൊക്കെ എന്നൊക്കെ പറയും. നമുക്ക് പെട്ടെന്ന് നമ്മളൊരു വടയൊക്കെ ഉണ്ടാക്കണമെന്ന് തിന്നാനൊക്കെ മോഹം ഉണ്ടെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് തോരൻ പരിപ്പൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു 2-3 മണിക്കൂർ, 1 മണിക്കൂറായിരുന്നാലും മതി. നമുക്കിത് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു നെറ്റിൽ വാർത്തിടാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് 1 സ്പൂണോളം നമുക്ക് മാറ്റി വയ്ക്കാം. 1 2 സ്പൂണോളം നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. നമുക്കൊന്ന് ചെയ്യാം. ഞാൻ ഒരു ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അരച്ചെടുക്കാം. ഇതിന് നല്ല തോടുണ്ട് കേട്ടോ. ഞാൻ കുറേയൊക്കെ ക്ലീൻ ചെയ്തു. നമുക്കിത് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത്. നമുക്കിത് അരച്ചെടുക്കാം. നമ്മുടെ തോരൻ പരിപ്പിൻ്റെ പരുവം കണ്ട ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. കണ്ട ഇതിൻ്റെ ഒരു പരുവം കണ്ട ഒരു ചെറുതായിട്ടൊന്ന് ചതഞ്ഞിട്ടേ അങ്ങ് അരഞ്ഞു പോണ്ട. എന്നാലും നമുക്ക് ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഇത് നമുക്ക് എല്ലാം അങ്ങനെ ഈ ഒരു പരുവത്തിന് അരച്ചെടുക്കാം. ഒരു മിനിറ്റ് പോലും വേണമെന്ന് തോന്നുന്നു ഇങ്ങനെ അരഞ്ഞെടുക്കാൻ. ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ അരച്ചെടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ 10 ഞാൻ കുറുമണി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തോട്ട് 3 മുളകും കൂടി ചേർക്കാം കേട്ടോ. 3 മുളകും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കുവാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മാവിൻ ഇതിൻ്റെ അകത്തോട്ടിടാം. അല്ലെങ്കിൽ നമുക്കിത് അരച്ചെടുത്തിട്ടിടാം. ഞാൻ ഇത് അരച്ചെടുക്കുകയാണ്. ഇതിൻ്റെ അകത്തോട്ട് ഒരു പിടിയോളം ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് എന്നിട്ട് ഇത് ഞാൻ നല്ലോണം അരച്ചെടുക്കുവാണ്. നമുക്കിത് അരച്ചെടുക്കാം. ഓക്കെ, കണ്ടോ ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് ഇതാക്കി കിട്ടി. ഇനി നമുക്കിത് ഈ മാവിലോട്ടിടാം. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഒരു പിടിയോളം മല്ലിയില ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പം ബാക്കി പരിപാടികളിലോട്ട് പോവാം. ഇതിൻ്റെ അകത്ത് വേണ്ട 1 സ്പൂണോളം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങളിത് ചേഞ്ച് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഉപ്പുണ്ടെന്നൊക്കെ തോന്നും കേട്ടോ. അതിനെക്കൊണ്ട് ഇച്ചിരി ഇമ്മിനി കൂട്ടിയിടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വട ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇത് ഒരു ഉപ്പ് കുറവായിരിക്കും. എനിക്ക് എപ്പോഴും പറ്റുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിടാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇത് അരയ്ക്കുമ്പോഴും കൂട്ടത്തിൽ ഇടാം, ഇപ്പോഴും ഇടാം. രണ്ടായിരുന്നാലും നമുക്ക് ടേസ്റ്റ് ഒന്നും തന്നെ. ഒന്നായിരുന്നാലും പലരുടെ അഭിപ്രായം വ്യത്യാസമാണ്. ഓക്കെ, ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് അരിമാവും കൂടെ ചേർക്കാം. അരിമാവും കൂടെ ചേർക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് അല്ല, നമുക്ക് നല്ല മുരുമുര കിട്ടും. അതിനുവേണ്ടി നമുക്ക് അരിമാവോ നമുക്ക് മൈദപ്പൊടിയോ ഇടാം. ഞാൻ ഇപ്പോൾ ഇവിടെ അരിമാവാണ് ഇടുന്നത് കണ്ടോ. ഞാൻ ഇത്രയോളം അരിമാവ് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോയാൽ അഥവാ നിങ്ങൾക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് തോരൻ പരിപ്പൊക്കെ നല്ലോണം ഇതായി വരുന്നതാണ്. അപ്പം ഇച്ചിരി വെള്ളം കൂടിപ്പോയാൽ നമുക്ക് അരിമാവോ മൈദപ്പൊടിയോ ഇട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ആക്കാം. അഥവാ കൂടിപ്പോയാൽ മനഃപൂർവ്വം ഒന്നും കൂട്ടണ്ട. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് പൊടി വല്ലതും കുറവാണെങ്കിൽ, മുളക് പൊടി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇടുക. ഞാൻ കുറച്ച് ഇടും, എനിക്ക് ഇച്ചിരി കളർ കുറവാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നല്ല രീതിയിൽ ഓക്കെ. ഇത് നമുക്കിനി എണ്ണയിലിട്ട് പൊരിച്ചാൽ മാത്രം മതി. കണ്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ പരിപ്പ് വടയുടെ കാര്യത്തിൽ ഞാൻ 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ
നിങ്ങൾക്ക് എന്താണെന്ന് നല്ലൊരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റി ആയിട്ട് പരിപ്പ് വട കിട്ടും. നമ്മുടെ ചീനിച്ചട്ടിയിൽ ഞാൻ ഇവിടെ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഇതാക്കുന്നത് നോക്കാം. കയ്യിൽ ഇച്ചിരി വെള്ളം വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്ന് സ്മോൾ റൗണ്ട് എടുത്തിട്ട് നമുക്കിത് എടുക്കാം. നോക്കാമേ അത് കണ്ട കയ്യിൽ ഇത് ഇങ്ങനെ എടുത്ത്. അപ്പം വെള്ളം ഉള്ളതുകൊണ്ട് കണ്ട അത് മറിഞ്ഞു വരും. അപ്പം ഇത് നമുക്ക് എണ്ണയിലോട്ട് ചൂടെണ്ണയിലോട്ട് ഇട്ട് നോക്കാം. കണ്ട അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതൊരു കുഞ്ഞായിട്ട് തന്നെ കിടക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് കുക്കായി വരികയും ചെയ്യും. തടിയൊന്നും വേണ്ട കേട്ടോ, അതിന് കുറച്ച് തടി മതി. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വരും കേട്ടോ. നമുക്കിത് എല്ലാം ഇങ്ങനെ പൊരിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം എത്രത്തോളം നമുക്ക് ബ്രൗണായി പോകുന്നു. കണ്ട ഈ ഒരു പരുവത്തിന് നമുക്ക് ഇതിൻ്റെ അകത്ത് കോരാം കേട്ടോ. എൻ്റെ അത് വീണ് പോയതാണ്. ഈ ഒരു പരുവത്തിന് നമുക്ക് പാത്രത്തിൽ നിന്ന് കോരിയെടുക്കാം. അപ്പം നല്ല ക്രിസ്പിയാണ്. നമുക്ക് ഇതേപോലെ എല്ലാം പൊരിച്ചെടുക്കാം. കണ്ടോ നമ്മുടെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്, നല്ല മൊരിഞ്ഞിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ല പെർഫെക്റ്റ് ആണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.